ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു നോമ്പ് ആചരണത്തിലേക്ക് നാം കടന്നിരിക്കുകയാണല്ലോ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. ആ സഹനത്തെയും സ്നേഹത്തെയും മനസ്സിൽ ചേർത്ത് പിടിച്ച് ഈ നാളുകളിൽ ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പാനും ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാനും നമുക്ക് സാധിക്കണം. ദൈവത്തോട് അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ ദിവസങ്ങളാണ് നോമ്പ്. ഇന്ന് നോമ്പിൻ്റെ 21-ാം ദിനത്തിൽ ധ്യാന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്രിസ്തുവിൽ നങ്കൂരമിട്ട പ്രത്യാശ എന്നുള്ളതാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഈ നോമ്പ് നന്മ ചെയ്യുവാനും നമ്മുടെ വിചാരങ്ങളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് സ്നേഹസ്പർശമായി തീരുവാനും നമുക്ക് സാധിക്കണം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഈ ലോകത്തിലേക്ക് അയച്ചു. യേശുക്രിസ്തു തൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയ്ക്കായിരുന്നപ്പോൾ കൂടുതൽ സമയവും തനിക്ക് പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കൊപ്പമാണ് ചിലവഴിച്ചത്. എന്നാൽ ചിലപ്പോഴെങ്കിലും ശിഷ്യന്മാർ യേശുവിനെ കൂടാതെ ചില പ്രവൃത്തികളിൽ ഏർപ്പെട്ടതായി കാണുന്നു. അവരുടെ വിശ്വാസത്തിന് നങ്കൂരം ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയപ്പോൾ പല പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അതായത് പകൽ അന്ത്യോളം തങ്ങൾക്ക് പരിചിതമായിരുന്ന കടലിൽ അവർ വല വീശിയിട്ടും ഒന്നും കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്ന അനുഭവമാണ് അവരിലേക്ക് വന്നു ചേർന്നത്. എന്നാൽ ശിഷ്യന്മാരുടെ അരികിലേക്ക് വരുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ ഒഴിഞ്ഞ വല നിറവിൻ്റെ അനുഭവമായി രൂപാന്തരപ്പെടുന്നു. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന ക്രിസ്തുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ലജ്ജിതരാകേണ്ടി വന്ന ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ വാക്ക് കേട്ട് വലയെറിഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം ലഭിച്ച് സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കുന്നതായി നാം കാണുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളും പലപ്പോഴും ക്രിസ്തുവിനെ കൂടാതെയാകുമ്പോൾ നിരാശയുടെയും ലജ്ജയുടെയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നേക്കാം. ക്രിസ്തുവിൽ നങ്കൂരമിട്ട പ്രത്യാശയിൽ നിന്ന് ലോകത്തിലേക്ക് അവരുടെ പ്രത്യാശ നങ്കൂരമിട്ടപ്പോൾ നിരാശയുടെയും മടുപ്പിൻ്റെയും അനുഭവങ്ങളാണ് അവരിലേക്ക് നേരിടേണ്ടി വന്നത്. ദൈവശബ്ദം കേട്ട് അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളെ ക്രിസ്തുവിൻ്റെ സാമീപ്യം കൊണ്ട് നേരിടുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിൽ നിന്നും അകന്നു പോയ സന്ദർഭങ്ങൾ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് തിരികെ പിടിക്കുവാൻ ഈ നോമ്പ് കാലം നമ്മെ ഇടയാക്കണം. ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുവാൻ ഈ നോമ്പ് കാലം നമ്മെ ഇടയാക്കട്ടെ.